ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു കൊണ്ടോട്ടി ഫുഡ് ചാനൽ. അപ്പോഴേ ഒന്നാമത്തെ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ നോമ്പിൻ്റെ പ്രതീകമാണ് പത്തിരി കോഴിക്കറി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ തുടങ്ങുക കേട്ടോ നോമ്പ്. അപ്പോൾ പെൽച്ചയ്ക്ക് സ്റ്റാർട്ടിങ് വലിയ വിഭവസമൃദ്ധമായ ചോറും കറിയൊന്നുമല്ല. സാധാരണ ചിരങ്ങ താളിച്ചതും ഒരു ഉപ്പേരിയും ഒരു മീൻ പൊരിച്ചതും അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ കുട്ടികളൊക്കെ എണീച്ചൊരു 7:30 വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്കൊന്നും കഴിക്കാനില്ല. പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേന് മനുഷ്യൻ മാനം കെടൂലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പീടിയൊക്കെ അടുത്തുള്ളതുകൊണ്ട് തന്നെ വേഗം സാധനം പോയാൽ നമുക്ക് കിട്ടും കേട്ടോ. സാധനത്തിന് വേഗം പോയാൽ കിട്ടും. പറഞ്ഞത് മാറിപ്പോയി. അപ്പോൾ അവർക്കുള്ള ഓട്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഓട്സ് പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ട് ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, തലേ ദിവസം ഭയങ്കര മഴയായിരുന്നു. മഴ വെച്ചാൽ വൈകിട്ട് നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സുകൾ പകുതിയും ഉണക്ക റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ആ ഡ്രസ്സുകളൊക്കെ ഒന്നുകൂടെ പോയി ചിക്കിട്ടു എന്നാട്ട് ഞങ്ങളൊക്കെ അങ്ങനെ കേട്ടോ പറയാം. ഞാനെന്താ വെച്ചാൽ നമ്മുടെ റിയൽ ലൈഫല്ലേ പറയണ്ടേ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം പാത്രങ്ങളൊക്കെ ഒഴിച്ചു, കുട്ടികൾക്കുള്ളതൊക്കെ ചോറൊക്കെ തിളപ്പിച്ച് വെച്ചു, കറിയൊക്കെ തിളപ്പിച്ച് വെച്ചു. അതൊക്കെ കഴിഞ്ഞു. പാത്രം ഒരു മല പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി അടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി. അപ്പം എൻ്റെ അടുക്കള ഇത്രയൊക്കെ ക്ലീൻ ആവുള്ളൂ കേട്ടോ. പിന്നെ അത്രയൊക്കെയല്ലേ ഉള്ളൂ സെറ്റപ്പുകൾ. പിന്നെ ഇപ്പം അതിൻ്റെ ഇടയിൽ അരി പൊടിപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അരി പൊടിച്ചിട്ടില്ല, ചേറി വെച്ചിട്ടുള്ളൂ. അപ്പം കൊണ്ടുപോയപ്പം കുറച്ച് കാരൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പോൾ ഈ പാക്കറ്റ് കാരൊക്കെ എനിക്ക് വലിയ ഇഷ്ടമില്ല, അങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കണേ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. തോത്തലും തുടക്കലും തിരുമ്പലും കുളി എല്ലാം കഴിഞ്ഞു. ഒന്ന് കിടന്നു. ഓത്തും പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 3-3:30 ആയപ്പോൾ എണീറ്റ് വന്നു. അതുവരെ എനിക്ക് ചിക്കനും കിട്ടിയിട്ടില്ലായിരുന്നു, പൊടിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പം കുറച്ച് മുമ്പാണ് ഇപ്പോൾ പൊടി കൊണ്ടുവന്നത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, എന്നാൽ പിന്നെ ആദ്യം തന്നെ പത്തിരി ഉണ്ടാക്കി. ഇക്ക ഭയങ്കര ഉറക്കമാണ്, നല്ല ഒരു ഉച്ച സമയത്ത് പണി കഴിഞ്ഞ് വന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഇക്ക നല്ല ഉറക്കമാണ്. അപ്പോൾ ഏതായാലും പത്തിരി ഉണ്ടാക്കി വെക്കുക അത് വിചാരിച്ച് നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടുകയാണ് കേട്ടോ. പത്തിരിക്ക് പൊടി വാട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ അളവ് കാണിച്ചതില്ലേ, ഒരു കോപ്പ കാണിച്ചതില്ലേ, ആ കോപ്പയ്ക്ക് 1.5 കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിലേക്ക് 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള പൊടി ഉണങ്ങല്ലരിയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ ആ ഒരു അടിക്കനുസരിച്ചുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പത്തിരി നന്നായിട്ട് ചൂട് കുറഞ്ഞൊന്ന് പോയാൽ കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഒരു 5 മിനിറ്റ് വരെ അടച്ചു വെച്ചില്ലേ, ആ സമയത്ത് ഞാൻ കറിക്കുള്ള തേങ്ങയൊക്കെ ചിരകി റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് കുഴക്കാറുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തു. നോമ്പ് നോറ്റി ഇങ്ങനെ ഈ ഒരു രീതിയിൽ കുഴക്കാൻ എനിക്ക് വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല കേട്ടോ എന്നൊക്കെ. ഈ കുറേയൊക്കെ വരുന്നുണ്ടല്ലേ വ്ളോഗിൽ. കുറേ ഉണ്ട്, കുഴപ്പമില്ല. അത് കൊണ്ടോട്ടിക്കാരെ ആണ്, കുഴപ്പമൊന്നുമില്ല. അത് പൊട്ടിക്കല്ല കേട്ടോ, നല്ല ഉണ്ട്. അപ്പോൾ അതാ ഇതുപോലെ കുഴച്ചിട്ട് ഞാൻ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ കേട്ടോ ആക്കുക. എന്നിട്ട് ഇതുപോലെ ഉരുള പിടിക്കുക. നമ്മൾ നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ ഉരുള പിടിക്കുക, ഷേപ്പ് ചെയ്യുക എന്നൊക്കെ പറയും. ഞങ്ങൾ പറയുകയാണെങ്കിൽ ഉരുള പിടിക്കുക, എന്നിട്ടിങ്ങനെ റൗണ്ട് പത്തിരി നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്യണത്. വേണമെങ്കിൽ ചെയ്താൽ മതി. നോമ്പ് നോറ്റാണ്ട് അത് ഉരുട്ടി ഉണ്ടാക്കണ പണി കൊണ്ട് നമുക്ക് അമർത്തിയെടുക്കാം കേട്ടോ. ആ അമർത്തിയെടുക്കൽ ഇതുപോലെ ഒരു പ്ലേറ്റിൽ പൊടി വെച്ചു, ഒരു പ്ലേറ്റിൽ പത്തിരി വെക്കാനുള്ള ഒരു പാത്രം കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്നിച്ചാണ് ഞാൻ ചെയ്തെടുക്കുക കേട്ടോ. നല്ല അടിപൊളി പത്തിരിയാണ്, നല്ല നൈസായിട്ടുള്ള പത്തിരി കണ്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒറ്റ ഭാഗേ പൊടി തട്ടുള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിയെടുക്കൂല. അങ്ങനെ തട്ടിയെടുക്കുമ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കല്ലിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ചുട്ടെടുക്കുന്ന ആ ഒരു പത്തിരിക്കല്ലുണ്ടല്ലോ, അതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പണി ഒഴിവാക്കുകയും ചെയ്യുക. പിന്നെ പത്തിരിക്ക ഒരു കറുപ്പിൻ്റെ ആ ഒരു ഇത് വരെയില്ല, നല്ല സൂപ്പർ പത്തിരിയായിരിക്കും. അപ്പോൾ അതുപോലെ എല്ലാതും അതുപോലെ പരത്തിയെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് പറയുക, നല്ല എളുപ്പമാണ്, ഒറ്റയടിക്ക് എല്ലാം കഴിയും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചുടലും കൂടി തുടങ്ങുകയാണെങ്കിൽ എളുപ്പമുണ്ട്. പക്ഷേ ഞാൻ ചുടുന്നത് ഗ്യാസ്മേലല്ല. മോദി സർക്കാർ ഗ്യാസിനൊക്കെ വില കൂട്ടിയില്ല. എൻ്റെ മാപ്പിളക്ക് ഒരു ദിവസം പണിയെടുത്തിട്ട് വേണ്ടി വരും ഗ്യാസൊക്കെ വാങ്ങണമെങ്കിൽ. അപ്പോൾ ഞാനൊന്ന് ലാഭിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കണ്ടതല്ലേ, തോട്ടങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അപ്പം കുറച്ചൊക്കെ വിറകും കോലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ കല്ല് ഇവിടെ അടുപ്പത്ത് തന്നെയാണ് വെക്കൽ കേട്ടോ. അപ്പം ആലുവ അടുപ്പായതുകൊണ്ട് അടുപ്പൊക്കെ തീരുമാനമായിന്.
അപ്പോൾ തീരുമാനമായോടത്ത് ഇനിയിപ്പോൾ മൊഞ്ച് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കല്ല് ഇത് ഇവിടെ തന്നെ വെക്കും. പിന്നെ എന്താണെന്ന് പറയുക, ഈ കല്ല് ഭയങ്കര വെയിറ്റ് ആടോ. ഗ്യാസുമ്മ വെച്ചാൽ ചൂടായി കിട്ടാൻ എത്രങ്ങാനും സമയം വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുപ്പത്ത് തന്നെ നല്ലത്, എന്നാൽ പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, നമ്മളെ പരിപാടികൾ എത്ര പെട്ടെന്ന് തീരും. അപ്പോൾ ഉണ്ടോ ആദ്യം മറി ഒരു ആവി കയറുക എന്ന് പറയില്ലേ, ആദ്യം പത്തിരി ഇട്ടതിന് ശേഷം ആവി കയറി വരുന്ന സമയത്ത് ആദ്യം മറി മറിച്ച് കൊടുക്കുക. പിന്നെ ഒന്നിനെ ഞാൻ നടുക്ക് ഇട്ടു കേട്ടോ. അപ്പം ഞാൻ നടുവിലുള്ള ഇങ്ങനെ പൊള്ളി വരുന്ന സമയത്ത് നമുക്ക് സൈഡിലുള്ള ഇങ്ങനെ സൈഡിലേക്ക് ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക, അതിങ്ങനെ നീക്കി നടുക്ക് ആക്കി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ആ ചുടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം മക്കൾ അതിൻ്റെ ഇടയിൽ തിന്നുന്നുണ്ട് കേട്ടോ. ഈ ചുടുന്ന സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്ന് അവർ കഴിക്കുന്നുണ്ട്, അവർ കഴിച്ചോട്ടെ. അപ്പോൾ നമുക്ക് ചിക്കനൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും നമുക്ക് ഈ തേങ്ങക്കൊന്ന് വറുത്തേക്കാം, എന്നാൽ പിന്നെ ആ പണിയെങ്കിലും തീരുമല്ലോ. അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് തേങ്ങ ചട്ടി ചൂടായതിനു ശേഷം തേങ്ങ ഇട്ടു, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മഞ്ഞളും പെരിഞ്ചീരകവും കറിവേപ്പിലയും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച്, വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലേ കാരണം, അല്ലെങ്കിൽ സ്മെല്ലിന് കുറവൊന്നുമില്ല, പക്ഷേ നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് തന്നെ പറയുകയാണ്, നല്ലൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ നല്ലോണം വറുത്ത് ഇങ്ങോട്ട് കുളമാക്കണ്ട, ഈ ഒരു രീതിയിൽ വറുത്തെടുത്താൽ മതി. അപ്പോൾ ആ വർക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ആലോചിക്കുക, ഞാൻ പോസ്റ്റായി നിൽക്കുക, ഇക്ക എണീക്കണമില്ല, സാധനം ഇട്ട് കിട്ടണമില്ല, 4-4:30 അല്ല 5 മണി വരെ ആയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ജ്യൂസ് അടിച്ച് വെക്കാം, അതാണ് കഴിഞ്ഞോട്ടെ, എടുക്കണ പണിയൊക്കെ ഓരോന്ന് അങ്ങനെ എടുക്കുക അല്ലേ. അപ്പോൾ കാരക്ക വെള്ളത്തിലിട്ടതിൻ്റെ കൂടെ ഞാൻ ഒരു 5 അണ്ടിയും കൂടെ ഇട്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ കാരക്കേൻ്റെ കുരു മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട്. അപ്പോൾ എൻ്റെ മിക്സിയിൽ ഇത് മറ്റേ ഇതിൻ്റെ മിക്സി ആയതുകൊണ്ട് കുരു കൂടി അടിഞ്ഞ്, പിന്നെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല, ഞാൻ അരിച്ചെടുത്തു. അപ്പം എണീച്ച് വന്നു, ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. ചിക്കനൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, അവന് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, എപ്പം പോയാലും കിട്ടും, നേരം വൈകിയാൽ കിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ഞാൻ വെല്ലുള്ളി, തക്കാളി, അതുപോലെ പച്ചമുളക്, പിന്നെ മല്ലിമുളക്, ഗരം മസാല, മഞ്ഞൾ, ഉപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മറ്റേ ഇത് എന്താ പറയുക, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളിയും കൂട്ടിയിട്ടുള്ള പേസ്റ്റും. അപ്പം അതും കൂടെ കൂട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് തന്നെത്താനെ മിക്സ് ആയിക്കോളും. അങ്ങനെ ഒരു 3-4 വിസിലടിച്ചാൽ നമ്മൾ പരിപാടിയൊക്കെ ആയി. അപ്പോഴാണ് നമുക്കിന്ന് പൊരികളൊന്നുമില്ല, നേരം വൈകില്ലേ, ഒക്കെ നേരം വൈകിയോണ്ടല്ലേ, ചിക്കൻ കിട്ടാനൊക്കെ നേരം വൈകി. അപ്പം എനിക്ക് പൊരികളൊന്നും ഉണ്ടാക്കാൻ വയ്യ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊണ്ടുവന്നോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൊരിക്ക് പോയപ്പം അവിടുന്ന് 4 പൊറാട്ടയും വാങ്ങിച്ചോടുന്നു. അപ്പം എനിക്ക് എന്തിനാ പൊറാട്ടയൊക്കെ കൊണ്ടുവന്നത്, ഇവിടെ പത്തിരി ഇല്ലേനോ, പറഞ്ഞ പോലെ തന്നെ പത്തിരി ബാക്കിയായി. അപ്പോൾ അതാ ചിക്കൻ കറി അതിലേക്കുള്ള തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ ആ തേങ്ങ അരച്ചൊഴിച്ചു. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ചായയും കൂടെ തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര തിള വന്നാൽ മതി, ഒരുപാട് തിളച്ച് ഇങ്ങോട്ട് പിരിയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തിള വരുമ്പോഴേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചായ റെഡിയാക്കാം. സത്യം പറയുകയാണെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ പാൽ ചായ കുടിക്കരുത് കേട്ടോ, രാത്രി മര്യാദയ്ക്ക് ഉറങ്ങൂല. ശരിയാണ്, നന്നായിട്ട് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കട്ടൻ ചായ കുടിച്ചോളി, അല്ലെങ്കിലോ ചായനെ കുടിക്കണ്ട, അതാകും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ചായ ഉണ്ടാക്കി, ഇനിയിപ്പോൾ നാളെ ചായ ഉണ്ടാക്കാനാവില്ല എന്ന് വിചാരിച്ച് നിൽക്കുക ഞാൻ. അപ്പോൾ അതാ പാൽ ചായയാണ് കേട്ടോ. നോമ്പ് നോറ്റാണ് പാൽ ചായ ഇല്ല ഞാനിട്ട് പൊറുക്കില്ല, എന്നാലോ കുടിച്ചാലാണെങ്കിലും ഉറക്കില്ല പറഞ്ഞ മാതിരി നമ്മളെ അവസ്ഥ. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ആദ്യത്തെ നോമ്പല്ലേ, നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സംഭവ ബഹുലമാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കറിയിലേക്കുള്ള ചെറിയുള്ളിയും ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ചെറിയുള്ളി വാട്ടി തൂമ്പിച്ചെടുക്കുക എന്ന് പറയും, നമ്മളവർക്ക് തൂമ്പിച്ചെടുക്കുക എന്ന്, ഇവിടെയൊക്കെ അങ്ങനെ പറയട്ടെ, തൂമ്പിച്ചെടുക്കുക. അപ്പോൾ അത് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഇക്കാൻ്റെ അടുത്ത് പോയി വർത്താനൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഇതിനും ബാങ്ക് കൊടുക്കാൻ സമയമായി തുടങ്ങി. അപ്പോൾ നമുക്ക് മുന്നത്തെ ടേബിൾ മക്ക് വെക്കല്ലേ എന്നപ്പോൾ വെച്ചോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഏതായാലും അവിടെ വെച്ചു. അപ്പോൾ നിരത്തി വെക്കൽ തുടങ്ങി ഓരോ സാധനങ്ങൾ. അപ്പോൾ കുട്ടികൾ ആദ്യം തന്നെ കുത്തുന്നു കേട്ടോ. അപ്പോൾ ഓൽക്കുള്ളത് ഇങ്ങനെ കൊടുക്കണം, ഓല് എടുക്കട്ടെ വെച്ചേ പൊന്നാരം വരെ ഞാൻ ഈ ഫോട്ടോ ഒന്ന് എടുക്കട്ടെ പറഞ്ഞ് ഞാൻ കാത്തു നിൽക്കുക. ഏതായാലും ചായ ഒഴിച്ചു, അപ്പോഴാണ് ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഇക്ക വെള്ളം കൊണ്ടുവന്നു കേട്ടോ. കാരക്ക ഓൾറെഡി ഉണ്ട്, എന്നാലും ഇക്കാക്ക് കുറച്ച് വെള്ളം കുടിച്ചില്ലെങ്കിൽ കാരക്ക തിന്നിട്ട് ഇത്തിരി വെള്ളം കുടിക്കണം. അപ്പോൾ ഇതാ ജ്യൂസ് ഒഴിച്ച് വെച്ചു. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് കുടിക്കേണ്ടത് എനിക്ക് നിശ്ചയമില്ല, മര്യാദയ്ക്ക് തിന്നാനൊന്നും എനിക്ക് വേണ്ട, പക്ഷേ എനിക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം, അല്ലാഞ്ഞാൽ ഞാൻ ആകെ ഇങ്ങോട്ട് കൊയങ്ങു. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഓത്തുകാട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പം
രാവിലെ ഇപ്പം കുറച്ച് മീൻ വാങ്ങിച്ചതിന് കുറച്ചല്ല കേട്ടോ, 1 കിലോ പോലും ഉണ്ടാവും. ബത്തൽ എന്ന് പറയും നമ്മളെ നാട്ടിൽ. നിങ്ങളെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ബത്തൽ, അപ്പോൾ ഈ ഒരു ബത്തൽ മുറിക്കാൻ എളുപ്പമാണ് സംഭവം. നല്ല വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പീഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ സ്പീഡ് കൂട്ടിയതാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഈ ഒരു നല്ലൊരു പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ബത്തൽ നന്നാക്കൽ. അപ്പോൾ ഈ ഒരു ബത്തൽ നന്നാക്കിയതിന് ശേഷം ആ കുറച്ച് ബത്തലെടുത്താണ് ഞാൻ എന്ത് ചെയ്തു, തേങ്ങ അരച്ചാണ്ട് കറിയും വെച്ചു. ബാക്കി ഞാൻ കുറച്ച് പൊരിക്കുകയും ചെയ്തു, പകുതി കേട്ടോ. ബാക്കി പകുതി മുറിക്കാതെ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്കും വെച്ചു. അപ്പോൾ നമുക്കിന്ന് കോവക്ക ഉപ്പേരിയും വെക്കണം കേട്ടോ. കോവക്ക ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ആ ഒരു ടൈമിനാട്ടോ കൊണ്ടുവന്നത്. പിന്നെ തറാവിക്കൊക്കെ പോയി. അങ്ങനെ പിന്നെ നമ്മളെ എന്താ പറയുക, ചീരാകഞ്ഞി എന്ന് പറയും. ജീരകക്കഞ്ഞി എന്നൊക്കെ പറയും, ഫാഷനാണ്. ചീരാകഞ്ഞി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മീൻ കായം തേക്കുന്നുണ്ട്. അപ്പോൾ ഈ കായം തേക്കലും പൊരിക്കലും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ, അപ്പോൾ കായം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണാം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോവക്ക നുറുക്കാനുണ്ട്, ഉപ്പേരി വെക്കാനുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പോകണം. അപ്പോൾ തറാവിയൊന്നും ഏതായാലും നിസ്കരിക്കാൻ നിൽക്കില്ല, മക്കൾ അതിൻ്റെ ഇടയിൽ സമ്മതിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീട്ടുകാർക്കും കൂട്ടുകാർക്കും അങ്ങനെയുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ വരാം ഇൻഷാ അല്ലാ. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും.